ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 21 അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ന്യായാധിപന്മാർ 21:1 പ്രകാരം ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ചു കൂടിയാണ് ശപഥം ചെയ്തത്? ഉത്തരം മിസ്പായിൽ. 2. നമ്മുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. 3. നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് ഇസ്രായേൽക്കാർ എവിടെ വച്ചാണ് ശപഥം ചെയ്തത്? ഉത്തരം മിസ്പായിൽ. 4. ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ കരഞ്ഞത് എപ്രകാരമാണ്? ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ. 5. ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം ബഥേലിൽ. 6. ആരാണ് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത്? ഉത്തരം ജനം. 7. ജനം പിറ്റേ ദിവസം എപ്പോഴാണ് ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത്? ഉത്തരം പുലർച്ചയ്ക്ക്. 8. കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രമേതെന്ന് തിരക്കിയത് ആരാണ്? ഉത്തരം ഇസ്രായേൽക്കാർ. 9. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വരാത്തവനെ എന്തു ചെയ്യണമെന്നാണ് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരുന്നത്? ഉത്തരം കൊന്നുകളയണമെന്ന്. 10. സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ആർക്കാണ് അനുകമ്പ തോന്നിയത്? ഉത്തരം ഇസ്രായേലിന്. 11. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഗോത്രമേത്? ഉത്തരം യാബേഷ് ഗിലെയാദ്. 12. സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ വാളിനിരയാക്കുക എന്ന് എത്ര പേരെ നിയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്? ഉത്തരം 12,000. 13. യാബേഷ് ഗിലെയാദിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു? ഉത്തരം 400. 14. യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്. 15. റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയത് ആര്? ഉത്തരം സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന്. 16. ആരുടെ ഇടയിലാണ് കർത്താവ് വിടവ് സൃഷ്ടിച്ചത്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ. 17. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ആരോടാണ് അലിവ് തോന്നിയത്? ഉത്തരം ബെഞ്ചമിൻ വംശജരോട്. 18. ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യുക? ഇത് പറഞ്ഞത് ആര്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 19. പൂരിപ്പിക്കുക. ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു ഡാഷ് വേണമല്ലോ. ഉത്തരം അവകാശം. 20. നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യയായി നൽകുക സാധ്യമല്ല. ആർക്ക്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. 21. ആർക്ക് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തത്? ഉത്തരം ബെഞ്ചമിൻ വംശജന്. 22. ഏതു സ്ഥലത്തിന് വടക്കുവശത്താണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബഥേലിന്. 23. കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിച്ചിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം ഷീലോയിൽ. 24. നിങ്ങൾ പോയി എവിടെ പതിയിരിക്കുവിൻ എന്നാണ്
സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻകാരോട് നിർദ്ദേശിച്ചത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ. 25. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് പുറത്തു വരണം എന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത്? ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ നിന്ന്. 26. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി എവിടേക്ക് പോകുവിനെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം ബഞ്ചമിൻ ദേശത്തേക്ക്. 27. പരാതിയുമായി വരുന്നവരോട് എന്തു പറഞ്ഞുകൊള്ളാം എന്നാണ് ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻകാരെ അറിയിക്കുന്നത്? ഉത്തരം സമാധാനം. 28. ബഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ ആരിൽ നിന്നാണ് പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. 29. ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി ഓരോരുത്തരും എവിടേക്കാണ് പോയത്? ഉത്തരം താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും. 30. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഉത്തരം 21.